സാർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. ഇപ്പോ മാധ്യമങ്ങളുടെ ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മൾ മസാല കഥകൾ കൊണ്ടെങ്കിൽ മാത്രമേ TPR കൂടുകയുള്ളൂ, നമ്മൾ വ്യൂവേഴ്സിനെ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കൂടുതലും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാന വിഷയങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ സ്വകാര്യതകളിലേക്കും കടന്നു കയറിക്കൊണ്ട് അവിഹിതം ഒരു മെയിൻ അജണ്ടയാവുകയാണ് മാധ്യമങ്ങൾക്ക്. അതെ അതെ. അപ്പോൾ ഈ അവിഹിതം എന്നതിനെ സാർ എങ്ങനെ ഇങ്ങനത്തെ സെക്ഷൽ മാധ്യമ വ്യഭിചാരമാണ് ശരിക്കും നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ശരിക്കും ഈ വിഷയങ്ങളൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണോ? എന്താണ് ശരിക്കും ഇപ്പൊ ഈ കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ പൊതുവേ ഒരു സ്ത്രീകളുടെ ഒരു സ്വഭാവ ദൂഷ്യം വരികയാണെങ്കിൽ അവരെ വേശ്യകളെന്നാണ് നമ്മൾ പറയുന്നത്, കോമൺ നെയിം. അതെ അതെ. അതിന് കറസ്പോണ്ടിങ് പുരുഷനൊരു പേരില്ല. സ്ത്രീ വേശ്യാവൃത്തിയാണ് നടത്തണമെങ്കിൽ അവരുടെ ബോഡി അല്ലെ വാട്ട് എവർ ഇറ്റ് മീൻ ഷീ ഈസ് സെല്ലിങ് സംതിങ്. അപ്പുറത്തൊരു ബയർ ഉണ്ടാകണം. ഇക്കണോമിക്സിന്റെ ബേസിക് തിയറി അനുസരിച്ച് ഇഫ് ദർ ഇസ് നോ ഡിമാൻഡ് ദർ വിൽ ബി നോ സപ്ലൈ. സോ ഡിമാൻഡാണ് ആദ്യം വരുന്നത്. ഈ സ്ത്രീകളെ നമ്മൾ ഈ കുടുംബ വിവാഹവും ഒക്കെ കഴിഞ്ഞ ആളിൽ ജീവിക്കുമ്പോഴും പീപ്പിൾ നീഡ് സെക്സ് അതർ ദാൻ വാട്ട് ദേ ഗെറ്റ് ഫ്രം ദർ വൈഫ്. സ്ത്രീകൾ അങ്ങനെ പോകുമ്പം, കുടുംബത്തിലുള്ള സ്ത്രീകൾ പോകുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. പക്ഷെ പുരുഷന്മാർ ഈ നാട്ടിലുള്ള ഈ ലൈംഗിക തൊഴിലാളികളെയും പുരുഷ ലൈംഗിക തൊഴിലാളികളെയും മുഴുവൻ ഉപയോഗിക്കുന്ന ഇവിടുത്തെ പുരുഷന്മാരാണ്. അതിൽ 70-80% വിവാഹിതരാണ്. അപ്പൊ നമ്മള് ആ ഒരു ആസ്പെക്ട് നമ്മൾ അവരെ മുഴുവൻ വേശ്യകൾ എന്ന് പറയുമ്പോൾ ആ വേശ്യകൾ ഉണ്ടാകുന്ന ചില അന്തസ് ഞാനത് അടിവരയിട്ട് പറയുന്നു. നമ്മൾ പറയുന്ന പല സെലിബ്രിറ്റി സ്ത്രീകൾക്കും കുടുംബിനികൾക്കും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. അതാണ് പറയുന്നത്. വേശ്യകളുടെ അന്തസ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പറയാറുണ്ട് വേശ്യകളുടെ പാതിവൃത്തി എന്നൊക്കെ പറയുന്നത്. ഇത് വേശ്യകള് ഏറ്റവും അധർമ്മരാണ് എന്നുള്ളതാണ്. അല്ല ഞാൻ പറയുന്ന പോയിന്റ് അതാണ്. ഞാൻ വേശ്യകളെ ക്രിമിനലുകളായി കാണുന്നതേ ഇല്ല, പതിതകളായും കാണുന്നില്ല. എഞ്ചിനീയറെ പോലെ, ഡോക്ടറെ പോലെ, അധ്യാപകനെ പോലെ, അഡ്വക്കേറ്റിനെ പോലെ, ജഡ്ജിയെ പോലെ, IAS കാരനെ പോലെ, IPS കാരനെ പോലെ, ജേർണലിസ്റ്റിനെയും സിനിമാ താരങ്ങളെയും എഴുത്തുകാരെയും സംഗീത സംവിധായകരെയും ഗായകരെയും പോലെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് ലൈംഗിക തൊഴിലാളികൾ. നിലവിലെ നിയമം അനുസരിച്ച് അവർ ചെയ്യുന്ന തൊഴിൽ ക്രിമിനൽ കുറ്റമല്ല. അവർ ചെയ്യുന്ന തൊഴിൽ കുറ്റകരമാണെങ്കിൽ ആ കുറ്റം സാമൂഹ്യപരമാണ്. സാമൂഹ്യപരമായ കുറ്റമാണെങ്കിൽ ആ കുറ്റത്തിന്റെ മറ്റേ അറ്റത്തൊരു പുരുഷനുണ്ട്, പുരുഷ സമൂഹമുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം ഫേം എന്ന NGOയുടെ ചെയർമാനായി ഞാൻ ഏറെ വർഷം ലൈംഗിക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും എഴുതാനും അവരുടെ നിയമപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കോടതിയിൽ കേസ് നടത്താനും ഒക്കെ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആ പരിചയത്തിന്റെ ബലത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ വേശ്യകൾ അന്തസ്സായി ജീവിക്കുന്നവരാണ്. നമ്മൾ ബഹുമാനത്തോടെ കാണുന്ന പല കുലസ്ത്രീകളെക്കാളും കുടുംബിനികളെക്കാളും അന്തസ്സും ആത്മാഭിമാനവും അവർക്കുണ്ട്. അത് ഒരു എക്സാമ്പിൾ വെച്ചാൽ ആത്മകഥ എഴുതി പ്രസിദ്ധീകരിച്ച് ആ പുസ്തകത്തിന് റെക്കോർഡ് സെയിൽസ് ഉണ്ടാക്കിയ ലൈംഗിക തൊഴിലാളിയാണ് നളിനി ജമീല. തന്നെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത് ഞാനാണെന്ന് നളിനി ജമീല ആമുഖത്തിൽ പറയുന്നുണ്ട്. കാരണം ഞാൻ നളിനി ജമീലയോട് ഒരിക്കൽ പറഞ്ഞു, നളിനി ജമീല യു ആർ വെരി ആർട്ടിക്കുലേറ്റ്, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ അറിയാം. നിങ്ങളുടെ ഇടയിൽ തന്നെ വിദ്യാഭ്യാസം ഉള്ളവർക്കുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്. അവർക്ക് പലർക്കും അവരുടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തതയോട് പറയാൻ പലർക്കും കഴിയുന്നില്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു തുടങ്ങുന്നിടത്തല്ല അവർ നിർത്തുന്നത്. ഞാൻ രാഷ്ട്രീയ നേതാക്കളുടെ ഇതായിട്ടല്ല മാത്രം, നമ്മൾ യേശുദാസ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒറ്റ സെന്റൻസ് പോലും യേശുദാസ് നേരാമെന്ന് പറയാറുണ്ട്. സംഗീത ഗന്ധർവ്വം അതിൽ മാത്രമേ പുള്ളിക്കറിയാം. പുള്ളി സംസാരിക്കുന്നത് നമ്മൾ പല ആളിലും കേൾക്കുകയാണെങ്കിൽ അവരുടെ സംസാരത്തിന് ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഇല്ല. പക്ഷെ നളിനിയോട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ നളിനിക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ് തോട്ട്സിന്. അപ്പൊ ഞാൻ പറഞ്ഞു, നളിനി യു ഷുഡ് റൈറ്റ് സംതിങ്. അപ്പൊ നളിനി ആ ബുക്കിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, രാജശേഖരൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എഴുതിയത്. പക്ഷെ അതൊരു ഭയങ്കര റിവീലിംഗ് ബുക്കായിരുന്നു. അപ്പൊ ആ ബുക്കൊക്കെ വന്ന് ഭയങ്കര അത് പ്രചാരത്തിലേക്ക് വന്നു. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെ ചർച്ചയ്ക്കും ഇന്റർവ്യൂവിനൊക്കെ വന്നു. അങ്ങനെ ദില്ലിയിലാണോ മുംബൈയിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ വെച്ചൊരു ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരു സ്ത്രീ നളിനി ജമീലയോട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ, ഒരു കുടുംബിനിയായി ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതിന് നളിനി ജമീല പറഞ്ഞ മറുപടിയായിരുന്നു. അതാണ് ക്ലാരിറ്റിയോടെ ആ കാര്യങ്ങൾ പറയുന്നത്.
ക്ലാരിറ്റിയോട് കാര്യങ്ങൾ പറയുന്ന മാത്രമല്ല, നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഉത്തരമാണ് നളിനി പറഞ്ഞത്. നളിനി പറഞ്ഞത് ഇങ്ങനെയാണ്: ആരാണ് നിങ്ങളുടെ കുടുംബിനി? വീട്ടുകാർ കണ്ടെത്തുന്ന പുരുഷനോടൊപ്പം കിടക്ക പങ്കിടുന്ന, അയാളുടെ അടിവസ്ത്രം വരെ അലക്കി കൊടുക്കുന്ന, അയാളുടെ ചവിട്ടും അടിയും തുപ്പും കൊള്ളുന്ന സർവ്വസഹായായ സ്ത്രീ, അതല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാൾ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുമ്പോൾ സ്വന്തം ചിലവിനും കുട്ടികളുടെ ചിലവിനും വേണ്ടി അയാളോട് കെഞ്ചുന്ന, അല്ലെങ്കിൽ നിയമസഹായം തേടുന്ന, അവളെ വേണ്ടാത്ത പുരുഷന്റെ ദയാദാക്ഷിണ്യത്തിൽ ജീവിക്കുന്ന സ്ത്രീ, അതാണ് നിങ്ങളുടെ കുലസ്ത്രീ, കുടുംബിനി. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരുത്തന്റെയും അടിവസ്ത്രം അലക്കി കൊടുക്കാറില്ല, ഒരുത്തന്റെയും അടിയോ ചവിട്ടോ ഏറ്റുവാങ്ങാറില്ല. എന്നെ അടിക്കുന്നവനെ ഞാനും അടിക്കും, എന്നെ ചവിട്ടുന്നവനെ ഞാനും ചവിട്ടും, എന്റെ നേരെ കൈ ഓങ്ങുന്നവന്റെ നേരെ ഞാനും കൈ ഓങ്ങും. എന്റെ മക്കൾ എനിക്കിഷ്ടമുള്ള പുരുഷന്മാരിൽ നിന്ന് ഞാൻ ഗർഭം ധരിച്ച് പ്രസവിച്ചവരാണ്. എന്നോടൊപ്പം താമസിക്കുന്ന പുരുഷന് എന്നെ വേണ്ടാതായാൽ എന്റെയും എന്റെ കുഞ്ഞിന്റെയും ചെലവിന് വേണ്ടി ഞാൻ അയാളുടെ പുറകെ പോകില്ല. കാരണം എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട, എന്നെ വേണ്ടാത്തവന്റെ പണം എനിക്കോ എന്റെ കുട്ടിക്കോ വേണ്ട. ഞാൻ ജോലി ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട പണം ഉണ്ടാക്കി ജീവിക്കും, കാരണം എനിക്ക് അന്തസ്സുണ്ട്. ഇത് അവര് പറഞ്ഞ മറുപടി. നളിനി ജമീലയുടെ ഈ മറുപടി അവിടെ കൂടിയിരുന്ന എത്ര പേർക്ക് മനസ്സിലായി എന്ന് അറിയില്ല. കാരണം ആ മറുപടി അവരുടെ സാമൂഹിക നിർമ്മിത സദാചാര ബോധത്തിനും എത്രയോ മുകളിലാണത്. ഒരർത്ഥത്തിൽ ശരിയാണ്. ഒരു ലൈംഗിക തൊഴിലാളിയും അവരുടെ മേലെ കുതിര കയറാൻ ഒരു പുരുഷനെയും അനുവദിക്കാറില്ല. സാധാരണ കുടുംബിനികൾക്ക് സ്വപ്നം കാണാവുന്നതിനും എത്രയോ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് ലൈംഗിക തൊഴിലാളികൾ. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം വാങ്ങാൻ, ആഭരണം വാങ്ങാൻ, ഇഷ്ടമുള്ള കടയിൽ കയറി ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കാൻ, ഇഷ്ടമുള്ള സമയത്ത് പുറത്തു പോകാൻ, രാത്രികാലങ്ങളിൽ പോലും പുറത്തിറങ്ങി നടക്കാൻ എത്ര കുടുംബിനികൾ കഴിയും? നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ കുടുംബങ്ങളിലെ ശരാശരി പുരുഷൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഇതൊരു പ്രത്യേകത എന്നല്ല, എല്ലാ പുരുഷന്മാരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഇത് അതേ വീട്ടിലുള്ള സ്ത്രീകൾ, ഭാര്യയായാലും അമ്മയായാലും മകളായാലും സഹോദരിയായാലും ഇതെല്ലാം നിഷിദ്ധമാണ് കുടുംബത്തിനകത്ത്, അല്ലേ? പക്ഷെ കുടുംബിനികൾക്ക് ഇതെല്ലാം നിഷിദ്ധമാണ്. ആ കുടുംബത്തിലെ പുരുഷൻ ഇതെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലൈംഗിക തൊഴിലാളികൾ അന്തസ്സുള്ളവരാണ്, ആത്മാഭിമാനമുള്ളവരാണ്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. എന്നാൽ അതിലേക്കാണ് നമ്മൾ വരുന്നത്. മറ്റൊരു വിഭാഗം വേശ്യമാർ കേരളത്തിലുണ്ട്. വേശ്യ എന്ന് ഞാൻ പറഞ്ഞാൽ അത് പൊതുവെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിച്ചേ ഉള്ളൂ കേട്ടോ. അവർ ആത്മാഭിമാനം വിറ്റ് ജീവിക്കുന്നവരാണ്. അവരിൽ പലരും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ സെലിബ്രിറ്റികളാണ്, വാർത്ത സൃഷ്ടിക്കുന്നവരാണ്. അവരാരാണെന്ന് നോക്കാം. ഞാൻ ആരുടെയും പേരല്ല പറയുന്നത്, അവരുടെ സ്വഭാവങ്ങൾ, പൊതു സ്വഭാവങ്ങൾ. ഒന്ന്, വിവാഹിതരായിരിക്കെ വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ വിവാഹിതനോ അവിവാഹിതനോ ആയ ഒരു പുരുഷനെ ഫോണിൽ കൂടെയോ വാട്സപ്പിൽ കൂടെയോ വീഡിയോയിലൂടെയോ ബന്ധം സ്ഥാപിക്കുക. അർദ്ധരാത്രിയിൽ പോലും അയാളുമായി സംസാരം നടത്തുകയും വാട്സപ്പ് വീഡിയോ കോളിൽ നിശാവസ്ത്രം ധരിച്ച് ശൃംഗരിക്കുകയും പ്രത്യക്ഷമായോ പരോക്ഷമായോ അയാളോട് ലൈംഗിക ചുവയുള്ള സംസാരം നടത്തുകയും അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ അയാളുടെ വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഹോട്ടൽ മുറിയെടുത്ത് അയാളോടൊപ്പം സെക്സ് ചെയ്യുകയോ ചെയ്തിട്ട് കുറച്ചു നാൾ കഴിയുമ്പോൾ അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നവർ, ആ ബന്ധത്തിന് തെളിവായി അയാൾ അയച്ച മെസ്സേജുകൾ സൂക്ഷിച്ചു വെക്കുകയും അയാൾക്ക് അയച്ച മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നവർ. രണ്ടാമത്തെ വിഭാഗം, വിവാഹിതരായിരിക്കെ തന്നെ പരിചയപ്പെട്ട മറ്റൊരു പുരുഷനോടൊപ്പം കിടക്ക പങ്കിട്ടത് പുലർത്തിയ ശേഷം ആവശ്യത്തിലേറെ തീവ്രതയുണ്ടായിരുന്നു എന്നും അക്കാരണം കൊണ്ട് തന്നെ അയാൾ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നവർ. 3, വിവാഹിതരായിരിക്കോ അല്ലാതെയോ ഒരു പുരുഷനുമായി പ്രണയത്തിലാവുകയും അതേ തുടർന്ന് പല പ്രാവശ്യം പലയിടങ്ങളിലായി ലൈംഗിക ബന്ധം നടത്തിയ ശേഷം അത്തരം ബന്ധങ്ങൾ വിൻഡോ പീരീഡിൽ തന്നെ ആക്കി സേഫ് സെക്സ് അവോയ്ഡ് ചെയ്ത് ഗർഭം ധരിച്ച ശേഷം ആ ഗർഭം കാണിച്ച് ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹത്തിന് പ്രേരിപ്പിക്കുക. നിർബന്ധത്തിന് വഴങ്ങിയില്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി എന്ന് കാണിച്ച് കേസ് കൊടുക്കുക. DNA ടെസ്റ്റിൽ അയാളാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് തെളിയും. പണ്ട് കാലത്തുണ്ടായിരുന്ന ഗർഭസത്യാഗ്രഹത്തിന്റെ ജെൻ സി രീതിയാണ് ഈ DNA ഭീഷണി. ഇനി സിനിമയിൽ ചാൻസ് ലഭിക്കാൻ വേണ്ടി സംവിധായകന്റെയോ നിർമ്മാതാവിന്റെയോ നടന്റെയോ
ഒപ്പം നാട് ചുറ്റി നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ചാൻസ് ലഭിക്കാതാകുമ്പോൾ ആ വ്യക്തിക്കെതിരെ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി പലയിടത്തും വെച്ച് എന്നെ നിരന്തരം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നവർ. സിനിമയിൽ അഭിനയിക്കാൻ ഭാവാഭിനയമാണ് വേണ്ടത്, അല്ലാതെ കിടപ്പറയിലെ ഓവർ ആക്ടിങ് അല്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അത്തരക്കാർക്ക് ചാൻസ് കിട്ടാതെ പോകുന്നത്. ഇത് രാഷ്ട്രീയ രംഗത്താണെങ്കിൽ തലമുതിർന്ന നേതാക്കൾക്കൊപ്പം ട്രാവലിംഗ് പാർട്ണർ എന്ന ഓമന പേരിൽ സഞ്ചരിച്ച് അവരോടൊപ്പം മാറി മാറി ലൈംഗിക ബന്ധം പുലർത്തി ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ചില വനിതാ നേതാക്കൾ, തീർത്തും അനർഹമായ പല പദവികളും വഹിക്കുന്ന പല മഹിളാരത്നങ്ങളും ഈ വിഭാഗത്തിൽപ്പെടും. ഇത് കൂടാതെ മറ്റ് ചില എക്സിബിഷനിസ്റ്റ് സെലിബ്രിറ്റീസും ഉണ്ട്. അന്തസ്സുള്ള ഒരു വേശ്യയും സ്വന്തം നഗ്നത കാട്ടി പുരുഷനെ വിളിക്കാറില്ല. അവർ വിൽപ്പനക്കാരിയാണ്, വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന സ്വന്തം ശരീരമാണ്, അത് കുറച്ചു നേരത്തേക്ക് മാത്രം. എന്നാൽ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയി 2 പീസ് സ്വിമ്മിംഗ് സൂട്ടിൽ പലവിധ പോസുകളിൽ ഫോട്ടോ വീഡിയോ എടുപ്പിച്ച് അതൊക്കെ ഫേസ്ബുക്കിലിട്ട് 10,000-കണക്കിന് ആളുകളെ കാണിക്കുന്നവർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? 1 2 പേരെ തുണി പൊക്കി കാട്ടിയാൽ അത് എക്സിബിഷനിസം എന്ന തരം താഴ്ന്ന മനോവൈകല്യം. പക്ഷേ 2 പീസ് സ്വിമ്മിംഗ് സൂട്ടിൽ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഫേസ്ബുക്കിലിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിക്കുമ്പോൾ സെലിബ്രിറ്റിയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ട്. ഇനിയും മറ്റു ചിലരുണ്ട്. ദാമ്പത്യത്തിന്റെ മകുടോദാഹരണങ്ങൾ. അങ്ങനെ ഒരാളെ കുറിച്ച് മലയാള മനോരമ ഓൺലൈൻ ന്യൂസ് പേപ്പറിൽ ഇന്നലെ മിനിങ്ങാന്ന് വന്ന വാർത്ത ഇങ്ങനെയാണ്: തന്റേതല്ലാത്ത കാരണങ്ങളാൽ 4 വിവാഹ ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന നടി 5ാമത്തെ വിവാഹത്തിന് തയ്യാറെടുക്കുന്നു. ഒരു പ്രശസ്ത നടനുമായി അതിന് മുന്നോടിയായുള്ള വാട്സപ്പ് ചാറ്റ് തുടങ്ങി. അതൊരു തമാശയായിട്ടില്ല, വളരെ കാര്യമായിട്ടുള്ള വാർത്തയെ കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെല്ലുന്ന മറ്റു ചിലരുണ്ട്. അവർ മാതൃത്വത്തിന്റെ മകുടോദാഹരണങ്ങളാണ്. വിവാഹം കഴിക്കാതെ തന്നെ ഒരു പുരുഷനുമായി ലൈംഗികം നടത്തുന്നു, പലവട്ടം തുടരുന്നു. അയാൾ നിന്ന് ഗർഭം ധരിക്കുന്നു, ഗർഭം വെച്ച് വിലപേശിയുള്ള നിർബന്ധ വിവാഹത്തിന് അയാൾ വിസമ്മതിക്കുന്നു. അതോടെ മാതൃഹൃദയം പിടഞ്ഞുകൊണ്ട് ഭ്രൂണഹത്യ നടത്തുന്നു. പിന്നീട് മോശം അച്ഛന് പിറക്കാതെ പോയ തന്റെ പൊന്നോമ്മയെ കുറിച്ചുള്ള ഓർമ്മകളിൽ ആകെ തകർന്നു പോയ, പിറക്കാതെ പോയ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഞെട്ടി ഉണരുന്ന, പിറക്കാതെ പോയ ആ മാതൃത്വത്തിന്റെ 16 അടിയന്തരത്തിന്റെ ശോകമൂകമായ കഥ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് ശാന്തി തേടുന്ന ഒരു മാതൃത്വം. അല്ലെങ്കിൽ ഭ്രൂണഹത്യക്ക് ശേഷം ഭ്രൂണം കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുന്ന മഹത് വനിതകൾ. പണ്ട് ഗാന്ധാരി പൂർണ്ണ വളർച്ച ഗർഭപിണ്ഡത്തെ 100 കഷ്ണങ്ങളാക്കി 100 ആൺമക്കളെയും മിച്ചം വന്ന പൊട്ടും പൊടിയും ചേർത്ത് ഒരു പെൺമകളെ സൃഷ്ടിച്ച കഥ ഓർമ്മിപ്പിക്കുന്ന ന്യൂജൻ ഗാന്ധാരിമാർ. ഇതുകൂടാതെ ഇത്തരത്തിലുള്ള അഭിമാനം വിറ്റ് ജീവിക്കുന്ന വേശ്യകളെ കൂട്ടിക്കൊടുക്കുന്ന യഥാർത്ഥ പിന്നിങ് നടത്തുന്ന മാധ്യമ വേശ്യകളും മാധ്യമ വേശ്യന്മാരുണ്ട്. ഇവരെല്ലാം കൂടി കേരളത്തെ ഒരു വേശ്യാലയമാക്കി മാറ്റുന്നു. വിവേകാനന്ദൻ പറഞ്ഞ കേരളം എന്ന ഭ്രാന്താലയം എന്ന പഴഞ്ചൻ സിദ്ധാന്തം ജെൻസിയുടെ കാലഘട്ടത്തിന് യോജിച്ചല്ല. അതുകൊണ്ട് മേലിൽ വിവേകാനന്ദൻ സ്ഥാനത്തും അസ്ഥാനത്തും കോട്ട് ചെയ്ത് കേരളം ഭ്രാന്താലയമാണെന്ന് ഇനി പറയരുത്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഗ്ലാമറസ് വേശ്യാലയമാണ്, ദൈവത്തിന്റെ സ്വന്തം വേശ്യാലയം.